എക്സ്പീരിയൻസ്. സുജാതെ, ഡാൻസ് ടീച്ചർ അമ്മേ, എന്തുണ്ട്? സുഖം. ലിലിക്കുന്ന ഡാൻസ് ക്ലാസ് ഇല്ലേ? പോണം കുറച്ച് കഴിയുമ്പോ. ഇന്നില്ലേ ക്ലാസ് ഇല്ലേ? ആ ഉണ്ട്. എന്താ ഇവിടെ? ഞാൻ ഒന്ന് മെമ്പറെ കാണാൻ വന്നതാ. ഓ, ചേച്ചിയെ കാണാൻ വന്നാ? എന്തുപറ്റി? ഒരു ജോലിക്കാര്യത്തിന്റെ. ആർക്ക്? എനിക്ക് വേണ്ടി. സുജാതക്കാ? എവിടെ? പൂജപ്പുര മഹിളാ മന്ദിരത്തിലെ ഡാൻസ് ടീച്ചറിന്റെ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ അതിന്റെ കാര്യം സംസാരിക്കാൻ വന്നതാ. നമ്മുടെ ഇവിടെ അല്ലേ? ആ, അവിടെ തന്നെ, പൂജപ്പുരയില്. ആ. ഓ, ആ ജോലിയുടെ കാര്യം ചേച്ചി എന്നോട് പറഞ്ഞായിരുന്നേ. ആണോ? പക്ഷെ എനിക്കിങ്ങനെ എല്ലായിടത്തും കൂടെ ഓടി നടന്ന് പഠിപ്പിക്കാൻ സമയമില്ലല്ലോ. ഇവിടെ ഏട്ടന്റെ കാര്യം, പിള്ളേരുടെ കാര്യം, അമ്മയുടെ കാര്യം ഒക്കെ നോക്കണ്ടേ. അപ്പൊ ഞാൻ അവന് ചേച്ചിയെടുത്ത് പറഞ്ഞില്ല എന്ന് പറഞ്ഞ്. അതുകൊണ്ടാ സുജാതയോട് പറഞ്ഞത്. നിനക്ക് പിന്നെ ഓടി നടന്ന് ജോലി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഭർത്താവ് എസ്ഐ, നാത്തൂൻ മെമ്പർ. പിന്നെ എനിക്ക് എന്റെ കാര്യം അറിയാലോ. എല്ലാം ഫുൾ പ്രാരാബ്ദങ്ങളിലാണ്. എന്റെ ഈ ജോലി കൊണ്ടാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോണം. എനിക്ക് ഈ ജോലി അത്യാവശ്യമാ. അപ്പൊ ജോലി ശരിയായ? മെമ്പർ പറഞ്ഞ് ജോലി റെഡിയാണെന്ന്. ആ ശരി, ഞാൻ പോയിക്കോട്ടെ. അമ്മേ, പോയിട്ട് വരാം. ആര് പാവോന്ന്? ആരാണ് പാവം? അമ്മ കേട്ടില്ലേ അവരെന്തിനാ വന്നെന്ന്? ഡാൻസിന്റെ കാര്യം. എന്ത് ഡാൻസ്? അവിടെ പൂജപ്പുര മഹിളാ മന്ദിരത്തിൽ പുതിയ ഡാൻസ് ടീച്ചറിന്റെ വേക്കൻസി ഉണ്ട്. അത് ചേച്ചി അറിഞ്ഞ്. ഞാൻ ഇവിടുത്തെ ആരാ? ഞാനൊരു ഡാൻസ് ടീച്ചർ അല്ലേ? ചേച്ചി ഇത് അറിഞ്ഞിട്ട് എന്നോട് പറഞ്ഞാ? അവളിത് പറഞ്ഞപ്പോഴേ ഞാൻ ചൂളിപ്പോയി, അറിയാമോ? അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, നിനക്ക് ഇപ്പൊ തന്നെ നീ എവിടെയെല്ലാം പോയി പഠിപ്പിക്കുന്നത്? ഇവിടുത്തെ കാര്യം നോക്കണം, അവന്റെ കാര്യം നോക്കണം. ഇവിടെ തന്നെ പിടിപ്പത് ജോലിയില്ലേ? അതുകൊണ്ട് കൊറേ കൂടെ മകളെ സപ്പോർട്ടി. അയ്യേ, എന്താടി സുജാത എന്തിനാ വന്നത്? സുജാത മറ്റേ മഹിളാ മന്ദിരത്തിലെ ഒരു ഡാൻസ് ടീച്ചറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാര്യത്തിന് വേണ്ടിട്ട് വന്നതാ. ഞാനാരാ ചേച്ചിയുടെ? അയ്യടാ, ഞാൻ എന്ത് പണിയെടുക്കാനാ എന്നെ രാവിലെ ഇവിടുന്ന് കെട്ടി ഒരുങ്ങി പോണത്? എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായെന്ന്? എടി, ഇത് ഞാൻ അങ്ങനെയല്ല, നീ ഉദ്ദേശിക്കുന്ന പോലെയല്ല. എന്തുദ്ദേശിക്കുന്ന പോലെയല്ല? ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന് ചേച്ചിക്ക് അങ്ങനെ അറിയാം? ഞാൻ അവക്ക് എന്തിനാ അത് ശരിയാക്കി കൊടുത്തതെന്നല്ലേ? ഞാനല്ല ശരിയാക്കി കൊടുത്തത്. ചേച്ചി അധികം ഉരുണ്ട് കളിക്കണ്ട. സുജാത എന്നോട് പറഞ്ഞു ആരാണ് ജോലി ഒപ്പിച്ചു കൊടുത്തതെന്നൊക്കെ. ഞാനാന്ന് പറഞ്ഞു. ചേച്ചി എന്താ വിചാരിച്ച ഞാൻ അറിയത്തില്ലെന്നാ? മേളിലിരിക്കുന്ന ഒരാൾ എന്റെ കൂടെയാണ്, അതുകൊണ്ടാണ് ഒരുപാട് തിളക്കല്ലേ. ഞാൻ പറയണ കേൾക്കും. ഇത് പൂരാട ശശിയണ്ണൻ വഴി റെഡിയാക്കിയതാണ് അവർ, അല്ലാതെ ഞാൻ ഇതിനകത്തൊന്നും അല്ല. ചേച്ചി ഇങ്ങനെ എന്നെ പറയത്തുള്ളൂ എനിക്കറിയാം. ചേച്ചിയുടെ ആഗ്രഹം എന്താ? എനിക്ക് ജോലി കിട്ടരുത്. അത് തന്നെയാണ് ചേച്ചിയുടെ. അപ്പൊ ഞാൻ അങ്ങ് നന്നായി പോകത്തില്ലേ? ഞാൻ രക്ഷപ്പെട്ടു പോകത്തില്ലേ? പൊന്നിലില്ലേ, അമ്മ ഒന്നും ഉണ്ടായിരുന്നു. തങ്ക പറയുന്ന ഒന്ന് മനസ്സിലാക്ക്. അമ്മ, ഇവക്ക് ജോലി കിട്ടി എനിക്ക് എന്താ അമ്മേ കുഴപ്പം? എനിക്ക് നല്ലതല്ലേ. ആ കുഴപ്പമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങ് നന്നായി പോകും, അത് ചേച്ചിക്ക് ഇഷ്ടമല്ലാന്ന്. അത് തന്നെ. ഇപ്പൊ ഏട്ടൻ എസ്ഐയും കൂടെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇനി അങ്ങ് നല്ല രീതിക്ക് ജീവിച്ചാലെന്നുള്ള ചേച്ചിയുടെ അസൂയ. അത് തന്നെ കാര്യം. അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു ചാൻസ് വന്നപ്പോ ചേച്ചി എന്നെയല്ലേ എന്റെ അടുത്ത് ഒരു വാക്ക് പറയത്തില്ല? എടി, അത് എനിക്കറിയാമെങ്കിലല്ലേ ഇത് പൂരാട ശശി ചെയ്തതാന്ന്. ഞാൻ വിശ്വസിക്കത്തില്ല ചേച്ചി, ഞാൻ വിശ്വസിക്കത്തില്ല. സുജാതയുടെ വർത്തമാനത്തിൽ ചേച്ചി ഇന്ന് അറിഞ്ഞ പോലത്തെ വർത്തമാനം അല്ലായിരുന്നു സുജാതയുടെ. ഇന്നല്ല, ഞാൻ 2 ദിവസമായി അറിഞ്ഞിട്ട്. ആഹാ, 2 ദിവസമായി. അപ്പൊ ചേച്ചിക്ക് എന്നോട് ഒരു വാക്ക് പറയായിരുന്നല്ലോ. ചേച്ചി എന്നോട് പറഞ്ഞോ? എടി, എന്തിന്? ഒന്നാമത്തെ ആ ജോലി നമുക്ക് കിട്ടൂല. എന്താ കിട്ടാത്ത കാര്യം? എനിക്കെന്താ കഴിവില്ലേ? സുജാതക്ക് എന്തെങ്കിലും കഴിവുണ്ടോ? ചേച്ചിക്ക് എങ്ങനെ അറിയാൻ എനിക്ക് കിട്ടത്തില്ല? ശശിയോട് മിണ്ടിപ്പോയത്. ഇപ്പൊ എന്നോടാണ് ആരെങ്കിലും തയ്യലിന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ വേറെ ആരോടെങ്കിലും പറയുമോ? ഞാൻ ചേച്ചിയുടെ പേരല്ലേ പറയുള്ളൂ. അതെന്തോ എനിക്ക് ചേച്ചിയോടും ഈ കുടുംബത്തോടും ക്ലീറ്റോച്ചോടെ എനിക്ക് ഇഷ്ടമുണ്ട്. ചേച്ചിക്ക് അതില്ല. ഇവളെന്തൊക്കെ പറയണത്? ശരിയാ, ഞാൻ മനഃപൂർവ്വം മേടിച്ചു തരാതിരുന്നതാ. അതങ്ങ് പറഞ്ഞാ മതി, അതങ്ങ് തുറന്ന് പറഞ്ഞാ മതി. അപ്പൊ പിന്നെ തീരുമല്ലോ. അതെ. അമ്മ കേട്ടില്ല? അമ്മ എന്തോ നേരത്തെ പറഞ്ഞത്? അയ്യോ, എന്റെ മോൾ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. ഇപ്പൊ ചേച്ചിയുടെ വായിന്ന് തന്നെ വീണില്ലേ? ഇതിന്റെ സത്യം എന്തെങ്കിലും നീ അറിയാം? എനിക്കറിയണ്ട. എനിക്കിത് ചേച്ചിയുടെ സത്യം അറിയണ്ട, ഒന്നും അറിയണ്ട. ഞാൻ പോവുകയാണെങ്കിൽ പോ. ഇവക്ക് എന്താ അമ്മേ? ഞാനിപ്പോ എന്ത് ചെയ്തിട്ടാ? രാവിലെ അവിടെ മനുഷ്യന്റെ മെക്കിട്ട് കയറാൻ വന്നേക്കുന്നത് ഞാനല്ലെന്നേ. അത് പൂരാട ശശിയെണ്ണ വഴി ആ പെണ്ണിന് എന്താണ്ട് ജോലി കിട്ടിയതിന് എന്റെ മെക്കിട്ട് കയറിയിട്ട് എന്താ കാര്യം?
നീ മിണ്ടാതിരി, കിടന്ന് വഴക്കുണ്ടാക്കുന്നത് തന്നെ. എഴുന്നേക്കുന്നില്ലേ? ഞാൻ വന്നിട്ട് എത്ര നേരമായിടി? അമ്മ പറയുന്ന കേട്ട് നീ ഇന്നിപ്പോ ഡാൻസ് ക്ലാസ്സിൽ പോയില്ല, ഒന്നും കഴിച്ചില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടാ? അമ്മ വേറൊന്നും പറഞ്ഞില്ല ഏട്ടനോട്? ഇല്ല, ഒന്നും പറഞ്ഞില്ല. എങ്ങനെ പറയും? അമ്മയുടെ മകളുടെ അടുത്തല്ലേ കുറ്റം, അമ്മ എങ്ങനെ പറയും? നീ കാര്യം പറ, എന്ത് പറ്റിയത്? ഏട്ടാ, ഞാൻ രാവിലെ തൂത്തോണ്ടിരിക്കുവായിരുന്നു. ഇപ്പൊ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് സുജാത ഇറങ്ങിപ്പോന്നു. സുജാതനെ അറിയത്തില്ലേ? ഡാൻസ് പഠിപ്പിക്കുന്നു. സുജാത ഇറങ്ങി. ഞാൻ ചോദിച്ചു എന്താ സുജാത എന്ന് ചോദിച്ചപ്പോൾ സുജാത ഭയങ്കര ഇങ്ങനെ ഒരു എന്നെ ഇങ്ങനെ ആക്കുന്ന പോലെ. അത് ലില്ലി അറിഞ്ഞില്ലേ? എനിക്ക് ഇവിടെ മഹിളാ മന്ദിരത്തിൽ ഡാൻസ് ടീച്ചറായിട്ട് ജോലി കിട്ടിയെന്ന്. ആരാ ശരിയാക്കി കൊടുത്തതെന്നറിയോ? ചേച്ചി. ചതിയല്ലേ ഏട്ടാ ചേച്ചി എന്നോട് ചെയ്തത്? ചതിയല്ലേ എന്നോട് ചെയ്തത്? ചേച്ചിയാ ശരിയാക്കി കൊടുത്തത്. അതാണ് എന്റെ ചോദ്യം. അപ്പൊ ചേച്ചി എന്നെ എന്തുമായിട്ടാ കണ്ടേക്കുന്നത്? ഞാനിവിടെ ഡാൻസ് ടീച്ചറായിട്ടുള്ളപ്പോ എന്റെ അടുത്തൊരു വാക്ക് പറയണ്ടേ ഏട്ടാ? ഒരു വാക്ക് എന്നോട് പറയായിരുന്നല്ലോ. എനിക്ക് ജോലി വേണ്ട, ഒന്നും വേണ്ട, ചേച്ചി ആർക്കെങ്കിലും കൊടുത്തോട്ടെ. പക്ഷെ ഒരു വാക്ക് എന്നോട് പറഞ്ഞില്ല. എനിക്ക് അതാണ് ഏറ്റവും സങ്കടമായി പോയത്. എനിക്കറിയത്തില്ല. ഞാൻ ശരിക്കും ഞാൻ ചെന്ന് ചേച്ചിയോട് ചൂടായി. ചേച്ചിക്ക് അസൂയാന്ന് പറഞ്ഞ് പേട്ടന് SI ആയി. ഇപ്പൊ എനിക്കും കൂടി ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഞങ്ങൾ വേറെ ഏതെങ്കിലും ലെവലിൽ ജീവിച്ച് പോകുന്നുള്ള അസൂയാന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ പറഞ്ഞില്ല. എന്താ തെറ്റ്? ചേച്ചി അങ്ങനെയല്ലേ കാണിച്ചു വെച്ചത്? അമ്മ ചേച്ചിയുടെ കൂടെ അല്ലേ നിൽക്കുള്ളൂ. എനിക്ക് ഭയങ്കര സങ്കടമായി പോയേട്ടാ. ഞാനാണെങ്കിൽ ഒരിക്കലും അത് ചെയ്യത്തില്ല. ഞാനാണെങ്കിൽ എന്ത് കാര്യം, ആരെന്ത് തയ്ക്കുന്ന കാര്യം പറഞ്ഞാലും അയ്യോ അവിടെ ഇവിടെ ഒന്നും കൊടുക്കല്ലേ, തങ്കം ചേച്ചി എടുത്ത് കൊടുക്കണേന്ന് പറഞ്ഞ് ഞാൻ അതും മേടിച്ചുകൊണ്ട് ഞാൻ വന്ന് കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ എന്നോട് ചേച്ചി കാണിച്ചതില്ലേ ഭയങ്കര ഭയങ്കര. അതുകൊണ്ടാണ് ഞാൻ ഡാൻസ് ക്ലാസ്സിലും പോയില്ല, ഒന്നും കഴിച്ചില്ല. വേണ്ടേട്ടാ. ശരിയല്ലേ, വീട്ടിൽ കിടക്കുമ്പോ വിളിച്ചു കൊടുക്കുന്നത് ശരിയല്ലല്ലോ. അവളോടുണ്ടാ? എനിക്കറിയാൻ പാടില്ല. നീ വിഷമിക്കല്ലേ, എന്തായാലും കഴിക്കുന്നേ, ഞാൻ പോരാം. ശരിയല്ലല്ലോ. പെണ്ണും പുള്ളിയുടെ വാക്കും കേട്ടോണ്ട് പെങ്ങളോട് ചോദിക്കാൻ പോയിരിക്കുന്നു പെങ്കോന്തായി. കൊച്ചി. കൊച്ചി എവിടെയാണത്? നമ്മളെ തിരുവനന്തപുരം എവിടെ കിടക്കുന്നു മാപ്പില്? ഇങ്ങറ്റത്ത് തെക്ക്. പിന്നെ എന്താണ് ലില്ലിയായിട്ടൊരു കലിപ്പ്? ഓ എന്റെ പൊന്നെ, നീ അറിഞ്ഞാ? ഞാൻ പറയാൻ മറന്നുപോയി. ഓഫ്, ഇവിടെ പെരുമഴയായിരുന്നു, കൊടുങ്കാറ്റ്. ഓ, അപ്പൊ അതിന്റെ ക്ഷീണത്തിലായിരിക്കും അവിടെ ഒരാൾ കമ്മുന്നടിച്ച് കിടക്കുന്നത്. ഒരു കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല. സുജാത എന്ന് പറഞ്ഞൊരു ഡാൻസ് ടീച്ചറുണ്ട് ഇവിടെ കൂടെ ഉള്ള. ഈ സുജാത എന്ന് പറഞ്ഞ ടീച്ചറിന് മഹിളാ മന്ദിരത്തിലൊരു ജോലി ശരിയായി. അതിന്റെ പേരിലാണ് വഴക്ക്. അതാ ഞാൻ ചോദിക്കുന്നത്. ഇവളെന്നോട് പറയുന്നത് ഞാൻ മനഃപൂർവ്വം ഇവക്ക് കൊടുക്കാതെ ആ ജോലി ഈ പറയുന്ന സുജാതയ്ക്ക് മേടിച്ചു കൊടുത്തതാണ്. ഞാൻ മനസ്സാ വാച അറിഞ്ഞിട്ടില്ല. ഞാൻ അല്ലെന്ന്, അത് ഞാൻ ഇവളോട് ആവുന്നത് പറഞ്ഞ്. പൂരാട ശശി അണ്ണന് പരിചയമുള്ളതാണ് ഈ പെണ്ണിന്. അപ്പൊ ഇങ്ങനെ ഒരു ജോലിയുടെ വേക്കൻസി ഞാൻ അറിഞ്ഞില്ല, അങ്ങനെ ഒരു വേക്കൻസി വന്നേക്കുന്ന കാര്യം. പൂരാട ശശി അണ്ണൻ അറിഞ്ഞിട്ട് അത് അവരുമായിട്ട് സംസാരിച്ച്, മാനേജ്മെന്റ് ആണ്ട് അല്ലേ, അവരുമായിട്ട് സംസാരിച്ചിട്ട് എന്നോട് പൂരാട ശശി അണ്ണൻ ഇത്രയും പറഞ്ഞു, അതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ ഒന്ന് വേഗം ശരിയാക്കണം, അതിനകത്ത് താമസം ഒന്നും ഉണ്ടാവരുത്, ഇങ്ങനെ ആ കൊച്ചിന് അത്യാവശ്യമുള്ള ജോലിയാണെന്ന് പറഞ്ഞു. ഞാൻ അതിനനുസരിച്ച് അത്രയും മാത്രം ചെയ്തതേ എനിക്ക് ഓർമ്മയുള്ളൂ. അതിന് ഇവിടെ കിടന്ന് എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടിയത്. എനിക്ക് ജോലി കിട്ടുന്നത് ചേച്ചിക്ക് ഇഷ്ടമല്ല, ഇപ്പൊ ഏട്ടനും കൂടി SI ആയി കഴിഞ്ഞപ്പോ ഞങ്ങൾ അങ്ങോട്ട് നന്നായി പോയിട്ടുണ്ടെങ്കിൽ ചേച്ചിക്ക് അസൂയയാണ്.
അങ്ങനെയാണ് ഇങ്ങനെയാണ്. അവസാനം ഞാൻ പറഞ്ഞു നീ എന്റെ പാട് നോക്കി പോകാൻ പറഞ്ഞല്ലോ. അത് പിന്നെ എന്നാ പറയണേ? ഇപ്പൊ നിന്റെ കെയർ ഓഫിൽ വന്നല്ല. അല്ലെന്നേ എന്റെ പൂരാടൻ നിന്നോട് ഇത്തരം ഒരു കാര്യം ഒന്ന് നോക്കാൻ പറഞ്ഞേ ഉള്ളൂ. അറിയൂ. അത്രേ എനിക്കറിയാൻ പാടുള്ളൂ. ഞാനിപ്പൊ അറിയുന്നു ഈ ജോലിയുടെ കാര്യം 2 ദിവസം മുമ്പ്. തെറ്റിദ്ധാരണയാണ്. എന്താ നമ്മളെ നീ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായ കാര്യം. ഈ മൊത്തത്തിൽ ഒരു പുകമറയായിരുന്നല്ലോ. കേടാ അങ്ങനെ ഒരു ഡാൻസ് ടീച്ചറിന്റെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ അല്ലേ ഓർക്കുള്ളൂ. ഇത്ര ബോധമില്ല അവക്ക്. അതാണ് ചുമ്മാ ഓരോന്ന് ആലോചിച്ച് കൂട്ടും. അവിടുന്ന് പറഞ്ഞ ചിലപ്പോ അവള് പറഞ്ഞപ്പോ അവൾക്ക് പെട്ടെന്ന് വിഷമം നിന്റെ നാത്തൂനാടി ശരിയാക്കി തന്നെ പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ നിന്നേ പെണ്ണ് എന്നോട് പറഞ്ഞിട്ട് പോണതായിട്ടേ കണ്ടു. അത് അപ്പൊ വിഷമം തോന്നും, സ്വാഭാവികമായിട്ടും വിഷമം തോന്നും. അപ്പൊ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ മനസ്സിലായിക്കൂടായിരുന്ന? അതല്ലേ പറഞ്ഞത്. കാര്യം പറയാനായിട്ട് ഇവള് സമ്മതിക്കണ്ടേ? ഉറഞ്ഞതുള്ളുവാണ്. എഴുതിട്ടില്ലേ നീ? പോയി കഴിക്കുന്നേ. കഴിച്ചില്ലെന്ന് പറഞ്ഞമ്മ? ഞാൻ കഴിച്ചോളാം. ചേച്ചിയെടുത്ത് പോയേട്ടെ? പോയി. ചോദിച്ചാ? ചോദിച്ചു. എന്ത് പറഞ്ഞു? പക്ഷെ അവള് പറയുന്നത് കേൾക്കുമ്പോഴേ അവളുടെ ഭാഗത്താണ് ശരിയെന്ന് തോന്നുന്നു. അവള് പറയുന്നത് കേൾക്കുമ്പോ അവളുടെ ഭാഗത്താണ് ശരിയെന്ന് തോന്നും. എന്ത് ശരി? അവളല്ലല്ലോ ഈ ജോലി ശരിയായി കൊടുക്കുന്നത്. അത് ചേച്ചി ഏട്ടനോട് പറഞ്ഞാ? എടി അത് കൃത്യമായിട്ട് കേട്ടാ മനസ്സിലാവും. പൂരാട ശശി എന്ന് പറഞ്ഞ അയാളെ വെറുതെ ഇതിന്റെ അടുത്തേക്ക് വലിച്ചിടല്ലേ ഏട്ടാ. ചേച്ചി തന്നെയാണ് അവർക്ക് ആ ജോലി വാങ്ങിച്ചു കൊടുത്തത്. അത് സുജാത പറഞ്ഞിരുന്നത് വ്യക്തമായിരുന്നു. അറിയാമോ? നിനക്കൊരു കാര്യം അറിയാലോ, ഞാനൊരു കാര്യത്തിൽ തീരുമാനം എടുക്കുന്ന എപ്പോഴാ എങ്ങനെയാ 2 വശവും കേൾക്കും. കേട്ട് മനസ്സിലാക്കി കാര്യം വ്യക്തമാക്കിയതിന് ശേഷം എനിക്കൊരു മറുപടി പറയാൻ പറ്റുള്ളൂ. ഏട്ടൻ വ്യക്തമായിട്ടൊക്കെ തീരുമാനം എടുക്കും. ആരുടെ കാര്യത്തിൽ? ചേച്ചിയുടെ കാര്യത്തിൽ. എന്റെ കാര്യത്തിൽ ഏട്ടൻ അങ്ങനെ തീരുമാനം എടുക്കത്തില്ല. എപ്പോഴേട്ടൻ എന്റെ കാര്യത്തിൽ ഇങ്ങനത്തെ ഒരു തീരുമാനം എടുത്തേക്കുന്നത്? നീ പറഞ്ഞ ശരിയെന്ന് തോന്നിയുണ്ടല്ലോ ദേഷ്യപ്പെട്ട് ഞാൻ അങ്ങോട്ട് പോയത്. അവിടെ ചെന്നപ്പോ അവള് പറയുന്നു അവളുടെ ഭാഗത്താണ് ശരി. എന്തുപറ്റി? ചേച്ചിയുടെ കണ്ണുനീരിൽ ഏട്ടൻ വീണ്. അത് തന്നെ കാര്യം. കണ്ണുനീര് വീണല്ലോ എടി, അവളല്ലോ തീരുമാനിക്കുന്നത്. പൂരാട ശശിയുടെ കെയർ ഓഫിലുള്ള ഒരാളാണ് ഈ സുജാത. അപ്പൊ അയാൾക്ക് പൂരാട ശശി എന്നൊക്കെ ചേച്ചി ഇട്ട വെറുതെ നമ്പറാണ്. അറിയാമോ? ചേച്ചിക്ക് ഞാൻ നന്നാവരുത്, അത് തന്നെ കാര്യം. അതിന് വേണ്ടിട്ട് ചേച്ചി വെറുതെ ആ പൂരാട ശശിനെ ഇതിലോട്ട് വലിച്ചിടുവാണ്. എന്ത് പൊട്ടത്തരം? അവള് നിനക്കൊണ്ടില്ല നിൽക്കുള്ളൂ. അയ്യോ അത് കണ്ടല്ലോ. അത് നിക്കുന്നൊക്കെ ഞാൻ കണ്ടു. നിനക്കൊരു ആവശ്യം വന്ന എപ്പോഴും അവളല്ലേ കൂടെ ഉള്ളത്. ഇപ്പൊ ഞാനില്ലെങ്കിലും അമ്മ ഇല്ലെങ്കിലും ക്ലീറ്റോ ഇല്ലെങ്കിലും ഈ ആവശ്യം വന്നപ്പോ 2 ദിവസമായി ചേച്ചി ഇത് അറിഞ്ഞിട്ട് എന്നോട് ഒരു അക്ഷരം ചേച്ചി മിണ്ടിയില്ല. അറിയാമോ? അതെന്തിനാ പറയണത്? എന്താ പറയണ്ടേ പിന്നെ? നിന്നെ സംബന്ധിക്കുന്ന കാര്യമല്ലല്ലോ. ആണല്ലോ, എന്നെ സംബന്ധിക്കുന്ന കാര്യമല്ലേ? ഇല്ല, ഞാൻ പറഞ്ഞ നീ മനസ്സിലാക്കുക. ഞാൻ ഒരു ആരുടെയും കാര്യം ഞാൻ മനസ്സിലാക്കത്തില്ല. എടി തങ്കം, നിനക്കെതിരെ അങ്ങനെ ചെയ്യുന്ന നിനക്ക് തോന്നുന്നുണ്ട്. അതാണ് നിന്റെ കുഴപ്പം. നീ ചേച്ചിയും ചെയ്യും, ഏട്ടനും ചെയ്യും, അമ്മയും ചെയ്യും. നിന്റെ മനസ്സ് നീ അങ്ങനെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. നീ അത് മാറ്റി പിടിക്കുക. അത് അങ്ങനെ ചിന്തിക്കാതിരിക്കും. നീ അവൾ എന്തെങ്കിലും ഒരു കാര്യം നിനക്ക് ദോഷം വരെ ചെയ്യോ? നിനക്ക് അവൾ അനാവശ്യം പറയണ. നീ വളരെ പറഞ്ഞേക്കെ കുടുംബത്തെ കിടന്ന് അവളങ്ങനെ തെറ്റിദ്ധരം കാണിക്കൂടി. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം അങ്ങോട്ട് ഇങ്ങോട്ട് കണ്ടോണ്ടിരിക്കേണ്ടവരല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരാൾ നിന്റെ കൂട്ടുകാർക്ക് വേണ്ടി ജോലി ഉണ്ടാക്കി കൊടുക്കുമോ? അങ്ങനല്ല. നീ ഒന്നുകൂടെ മനസ്സിലാക്കാൻ പറയാണ്. പൂരാട ശശിയുടെ കെയർ ഓഫിൽ നിന്നാണ് ഈ ജോലി. അത് പൂരാട ശശി ഇവളോട് ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. ആ പേപ്പർ ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു. ആ പേപ്പർ ശരിയാക്കി മാത്രമാണ് ഉത്തരവാദിത്തം. മനസ്സിലായി. എല്ലാ കാര്യങ്ങളും മനസ്സിലായി. എല്ലാം മനസ്സിലായി. ചേച്ചി ദേവത. മനസ്സിലായി. ഇത് എന്തുവായി കേട്ടത്? എന്നാലും തങ്കം ചേട്ടത്തി ഇങ്ങനെ ഒരു പണി കാണിക്കേണ്ട കാര്യം എന്താ? എനിക്ക് ഇപ്പോഴാ ചേച്ചി ഒരു കാര്യം മനസ്സിലായത്. ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയില്ല. കേട്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമായി. കാര്യം നമ്മുടെ കുടുംബത്തിൽ ഡാൻസ് ടീച്ചർ ഉണ്ടല്ലോ. അപ്പൊ പിന്നെ അത് പരിഗണിക്കാതെ വേറെ ആ പെങ്കുച്ചിനെ ലിലിപ്പെണ്ണറിയാവോ? എനിക്ക് അറിയാവുന്ന കൊച്ചല്ലേ. അത് എന്റെ അത്രയും പോലും ഡാൻസിനെ പറ്റി ഒന്നും അറിയാൻ പാടില്ല. അറിയാമോ? ആ കൊച്ചിനാണ് ഈ ജോലി വാങ്ങിച്ചു കൊടുക്കുന്നത്. ഈ വേക്കൻസിയുടെ കാര്യം നേരത്തെ കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലാന്ന്. 2 ദിവസത്തിന് മുന്നേ അറിഞ്ഞെന്ന് ചേച്ചി. ഒരു വാക്ക് എന്നോട് പറയായിരുന്നല്ലോ, ഒരു വാക്ക്. ലില്ലി ഇങ്ങനത്തെ ഒരു ഇത് വന്നിട്ടുണ്ടെന്ന് ചോദിച്ചു. ഭയങ്കര വഴക്കായിരുന്നു. എന്നിട്ടും ഒന്നും പറഞ്ഞില്ല. ആ കൊച്ചു എന്റെ കൺമുമ്പിൽ വരും അപ്പോയിന്റ്മെന്റ് ഓർഡർ വാങ്ങിക്കാനായിട്ട്. അപ്പോയിന്റ്മെന്റ് ഓർഡർ മേടിക്കാം? എവിടുന്ന്? അതെങ്ങനെ അങ്ങനെയാട്ടത്തേക്ക് കൊടുക്കുന്നേ? അപ്പോയിന്റ്മെന്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ ജോലി കിട്ടുന്ന അവർ അഡ്രസ്സിലേക്കല്ലേ പോകുന്നത്. ഇത് അങ്ങനെയല്ല ചേച്ചി. ഇത് ഈ മഹിളാ മന്ദിരത്തിലല്ലേ. ഇപ്പൊ നമ്മള് കലാകാരിയാണെന്നുള്ളതിന്റെ ഒരു സർട്ടിഫിക്കറ്റ്, സാക്ഷ്യപത്രം അത് വാർഡിന്റെ മെമ്പറോ അല്ലെങ്കിൽ കൗൺസിലറോ ഒക്കെയാ കൊടുക്കേണ്ടത്. ഈ കൊച്ചി ഈ വാർഡിലുള്ളതല്ലേ. അപ്പൊ ചേച്ചിയാ കൊടുക്കേണ്ടത്. അത് വാങ്ങിക്കാൻ വേണ്ടി വരും. അപ്പൊ ഈ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊണ്ട് പോയാൽ മാത്രമേ ജോലി കിട്ടത്തുള്ളൂ അല്ലേ?
എന്തായാലും ലില്ലിപ്പണ്ണ് വിഷമിക്കാനി. മക്കളുടെ കണ്ണീര് ഉടുപ്പിച്ചിട്ട് ഇവിടെ ഒരാളും ഒരു തിത്തിത്തെ എങ്ങും കളിക്കാൻ പോകുന്നില്ല. അതിനുള്ള പണി എനിക്കറിയാം. അച്ചാച്ചനാ പറയുന്നത്, ഇത് ഞാനേറ്റ്. അപ്പോയിന്റ്മെന്റ് കിട്ടിയാലല്ലേ ആ ജോലിക്ക് കയറത്തുള്ളല്ലോ, ഉറപ്പാണ്. ആണല്ലേ? എന്നാ ഇവിടുന്ന് അപ്പോയിന്റ്മെന്റ് മേടിച്ചോണ്ട് ആ കൊച്ചു ഡാൻസ് കളിപ്പിക്കത്തില്ല. ഞാനാ പറയുന്നത്. അതിനെന്ത് ചെയ്യാൻ? ആ കൊച്ചു വരും, ചേച്ചി കൊടുക്കുകയും ചെയ്യും. വരട്ടെ, കൊടുക്കട്ടെ. കൊടുക്കുന്ന എനിക്കത് കാണണമല്ലോ. പഴക്കൊന്നും പോകണ്ട, നമുക്ക് വേണ്ട, നമുക്കത് വിധിച്ചിട്ടില്ല. എല്ലിമളകത്ത് പോയിട്ടെ ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ച് നല്ല സന്തോഷത്തിരിക്കും. എന്നെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നുള്ള ഞാൻ കാണിച്ചാലും. വഴക്കടിക്കല്ലേ? ഇല്ല. അമ്മ എന്തോ അമ്മ അതോ എന്റെ കയ്യിൽ എന്തിനോ കേറി അമ്മ. കയ്യിലെന്ത് കയറി? ആ എന്തിനോ മുള്ളാണെന്ന് തോന്നുന്നു. നോക്ക്. നീ എന്ത് ചെയ്യുമായിരുന്നു? ഞാൻ എന്താ അവിടെ മറ്റേ വിറക് കെടുത്ത് നോക്കിയായിരുന്നു. ദൈവമേ, ഇത് ആര് കയറിയിരിക്കണോ? ഈ ആവശ്യമില്ലാത്ത പണിക്ക് നീ എന്തിനു നിക്കുന്നതാ? നീ ഇപ്പൊ വിറകിലോട്ട് കയറണ എന്തിനായിരുന്നു? ചെറുക്കം നോക്കട്ടെ, എനിക്ക് പഴുക്കും. ഇല്ല, വേദന എടുക്കൂല തക്കിടോ. പഴുത്ത് വിരലും മുറിച്ചോളേണ്ടി വരൂ കേട്ടോ. തൊട്ടില്ലല്ലോ, ഞാൻ തൊട്ടോ? ഇതൊക്കെടാ എടാ ഇങ്ങ് കൊണ്ടുവരാൻ. ആ കൈ കൊണ്ട് എടുക്കാം. ഇത് ഇവിടെ മാത്രം ഒന്ന് തൊടുള്ളൂ. കഴിഞ്ഞു. എന്തേടാ? കൊച്ചിന്റെ വേദന ഒന്നും ഒരു പ്രശ്നമല്ല. പിന്നെ വെച്ച് കുത്തി അതങ്ങ് എടുത്തല്ലേ. ഇപ്പൊ വരും. കൊച്ചിന്റെ വേദന ഒന്നും ഒരു പ്രശ്നമല്ല. പിന്നെ വെച്ചത് കുത്തി അങ്ങ് എടുത്തല്ലോ എന്ന് ഞാൻ ചിന്തിച്ചേ. അത് പിന്നെ എടുക്കണ്ടേ? ആര് കയറിയത് എടുക്കണ്ടേ? എമ്പറായപ്പോഴത്തേനും മനസ്സൊക്കെ കല്ലായിട്ട് മാറിയെന്ന് കേട്ടേ ഉള്ളൂ. അപ്പൊ കണ്ട്. എന്ത് നീ പറയണത്? എന്നാലും തങ്കച്ചേട്ടത്തി തന്നെ ഈ പണി കാണിച്ചല്ലോ. എന്താണ്? ഒരു കട്ടയുടെ അപ്പുറത്ത് ഇരുത്തുന്നുണ്ട് ഈ പണി. അത് എന്റെ ലില്ലിപ്പണ്ണിന്റെ അടുത്ത് ഞാൻ ഒന്നും അറിയത്തില്ല. ആ മഹിളാ മന്ദിരത്തിലെ ഡാൻസ് ടീച്ചറിന്റെ വേക്കൻസി വന്നിട്ട് ഒരു വാക്ക് അവിടുത്ത് പറഞ്ഞോ. എന്നാൽ അവൾക്ക് ആ ജോലി ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തു. ഭയങ്കര വിഷമമായി പോയി കേട്ടപ്പോ. പണി കിട്ടിയപ്പോ കൊടുക്കാൻ പറ്റിയൊരു അവസരം കിട്ടിയപ്പോ അങ്ങ് കൊടുത്തു. അത് തന്നെ. ഇപ്പൊ ഞാൻ എന്തിനാ അവക്ക് ജോലി മേടിച്ചു കൊടുക്കണേ? ഇതെന്ത് പാടത്? പുന്നാര ആങ്ങളുടെ പെണ്ണുമ്പിള്ളല്ലേ ഇത്? ആയിരിക്കും. എന്റെ ആങ്ങളൊക്കെ അല്ലല്ലോ, ആങ്ങളുടെ പെണ്ണുമ്പിള്ളയല്ലേ. അപ്പൊ അന്യ ആളായിട്ട് തന്നെ കാണുന്നേ. ഓ, പിന്നെ അല്ലാത്തപ്പോ സങ്കടം വരുമ്പോ ലില്ലിമോളെ വിളിക്കുന്നുണ്ടാണ്ട് ഇതിലേ കൂടെ പഞ്ചാര വിളിച്ചു വരുമല്ലോ. അതൊക്കെ ഞാൻ വെറുതെ തമാശക്ക് അഭിനയിക്കുന്നതല്ലേ. അയ്യോ തക്കുടു, എന്റെ അമ്മയുടെ മനസ്സ് പാറക്കല്ലേ. അത് തന്നെ. മനഃപൂർവ്വം ചെയ്തോ? തിരിച്ചായിരുന്നെങ്കിലോ? തിരിച്ചാണെങ്കിൽ ചെയ്യാലോ. അപ്പൊ ഞാൻ തിരിച്ച് പണി കൊടുക്കും. എന്തായാലും ആ ജോലിയിലെ വേക്കൻസി മറ്റേ ഡാൻസർ കയറുമല്ലോ. കയറും. എനിക്കിന്ന് ഇച്ചിരി കഴിയുമ്പോഴത്തേന് അപ്പോയിന്റ്മെന്റ് ലെറ്റർ എന്റെ കൊണ്ട് തരും. അത് ഞാൻ ആ കൊച്ചിന് കൊടുക്കും. അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടും. ഈ പണി കൊടുക്കുന്നവർക്കേ മേളിൽ നിന്ന് ദൈവം ഒരു പണി തരും. അത് മേടിക്കായിരുന്ന. ഓ, ഞാൻ സഹിച്ചോളാം. മുമ്പിൽ എന്തോ ഒരു നാത്തു അവാർഡ് കൊടുക്കണം. നാത്തൂര് നാത്തു എന്നിട്ട് ഇതാ കാണിക്കുന്നത്. ഒരു കാര്യം അറിയാതെ അങ്ങ് ചോദ്യം ചെയ്യാൻ വന്നേക്കുവാണ്. ലില്ലി, ഇതെന്താ? അന്ന് പറഞ്ഞില്ലേ ആ ജോലിക്കാര്യം? അത് റെഡിയായി. അപ്പോയിന്റ്മെന്റ് ലെറ്റർ വാങ്ങാനേ മെമ്പർ പറഞ്ഞിരുന്നു. ഞാൻ അത് വാങ്ങാൻ വേണ്ടി വന്നതാ. ആ ചെല്ലി, ചേച്ചി അവിടെ ഉണ്ട്. ശരി. അസൂയ പോലെ. എനിക്കെന്താ സൂയ? ആ കൊച്ചിന് ജോലി കിട്ടുന്നതിന് എനിക്കെന്താ പ്രശ്നം? ഇതൊക്കെ ഓരോരുത്തരുടെ ഭാഗ്യമാണ്. അതിന് നമ്മൾ അതിനെപ്പറ്റി അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. എന്റെ ഈ ജോലി കിട്ടാണ് യോഗ്യത. ആ കുട്ടിക്കാണ്, ആ കുട്ടിക്ക് ജോലി കിട്ടും. കിട്ടിക്കോട്ടെ. എനിക്കൊരു പക്ഷെ യോഗ്യതയും ഭാഗ്യവും കൂടെ ഒരുമിച്ച് വരത്തില്ല. അതെന്താ? അതെങ്ങനെയാണ്? യോഗ്യതയും ഭാഗ്യവും ഉള്ളതുകൊണ്ടാണല്ലോ ആ കുട്ടി ജോയിൻ ചെയ്യാൻ പോണത്. ആര്? ജോയിൻ ചെയ്യുക ഇല്ല എന്നൊക്കെ നമുക്ക് കാണാം. ജോയിൻ ചെയ്യും, പക്ഷെ അത് എന്തുവാണ്? അല്ല, ജോയിൻ ചെയ്യുമായിരിക്കും. പറയരുത്. കാര്യം പറയാ. എന്ത് കാര്യം? ഒരു കാര്യമില്ല. രണ്ടുകൂടെ അപ്പുറം അപ്പുറം മാറി മാറി കളിക്കുന്നുണ്ട്. അച്ചമ്പി അവർക്ക് എന്തായാലും ആ ജോലി കിട്ടാൻ പോകുന്നില്ല. അവര് നീയല്ലേ പറഞ്ഞത്? ആ ഞാനാ പറയുന്നേ. എന്ത്? എന്റെ ലില്ലിപ്പണ്ണിന്റെ കണ്ണീര് കണ്ടോണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല. ആ അപ്പോയിന്റ് ഞങ്ങൾ ഇന്നലെ രാത്രി ഞാൻ പോകും. അല്ല, അത് എന്റെ ഐഡിയ അല്ല. ഞാൻ എനിക്ക് ലില്ലിപ്പണ്ണിന് സങ്കടം വന്നപ്പോ പിന്നെ എനിക്ക് ഗത്യന്തരമില്ലാതെ ഞാൻ രാത്രി കയറി നൈസായിട്ടത്. ബോധമുണ്ടോ നിനക്ക്?
എന്തുവാണ് നീ നീ കൂട്ടിക്കോ? അല്ല ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഇനി അഥവാ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് മാറ്റി വെച്ചെന്ന് എന്താ സംഭവിക്കാൻ പോണത്? വേറെ കൊടുത്തൂടെ അവർക്ക്? എവിടെ ഇരിക്കുന്ന എടുത്തോടാ. അല്ല അതെന്തിനെടുക്കുന്നത്? മോശമല്ല, അവള് അന്വേഷിക്കില്ല അവിടെ. എന്തു ഏട്ടൻ മിണ്ടാതെ അറിയുന്നില്ലല്ലോ. അവര് പറയും. ഉണ്ടായിരുന്നതൊന്നും അതെ, ഒരു കാര്യം ഞാൻ പറയട്ടെ, എന്റെ കണ്ണുനീർ കുടിപ്പിച്ചിട്ട് വേറെ ആരും ഇവിടെ ജോലിക്ക് വരും. ആവശ്യമില്ലാത്ത സംസാരിക്കരുത് ചേട്ടാ. ഒച്ചപ്പാടുണ്ടാക്കാതെ. എന്തേ എന്റെ മച്ചമ്പി ഇക്കാലത്ത് മന്ത്രിമാരുടെ ഇതേപോലെ ഓരോ നിയമനങ്ങൾ നടത്തുന്നു. എന്തുവാ? ദേ, എന്നെ കണ്ണീര് കുടിപ്പിച്ചിട്ട് ഇവിടെ ആരും അങ്ങനെ ജോലിക്ക് കയറണ്ട. ഇത് മര്യാദ കടല്ലേ ഇത്? മര്യാദ കേട്ട് ചേച്ചിയാണ് കാണി. ലില്ലി അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടി. അപ്പോയിന്റ്മെന്റ് ഓർഡർ. കവറിനകത്തതല്ല. വായിച്ചു നോക്കിയാ? വായിച്ചു നോക്കി. വായിച്ചു നോക്കിയോ? അപ്പോയിന്റ്മെന്റ് ഓർഡർ തന്നെ. ശരി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഞാൻ ആഗ്രഹിച്ച പോലെ ജോലിയൊക്കെ റെഡിയായി. ശരി, ഞാൻ പോയിട്ടെ. അപ്പോ സഹോദരിക്ക് വേണ്ടി സഹോദരൻ ചെയ്ത ചേച്ചിയുടെ അടുത്ത് വെച്ചത് എന്തുവാ? അതെന്തി ഞാൻ അവളുടെ കണ്ണീര് കണ്ടപ്പോ ഞാൻ പെട്ടെന്നേ ഇതെന്തുവാ? ഇത് തന്നെ അപ്പോയിന്റ്മെന്റ് ഓർഡർ. കണ്ട ബഹുമാനപ്പെട്ട മെമ്പർ സമക്ഷം കക്കൂസിന് വേണ്ടി സമർപ്പിക്കുന്ന അപേക്ഷ. എടാ പൊട്ടനെ ചെട്ടി വെച്ചാലേ ചെട്ടിയെ ദൈവം ചതിക്കുന്ന.